ശ്രമിക്കുന്നത് എങ്കിൽ ആ വിധത്തിലുള്ള സമീപനം ഇവിടെ സകല കൊള്ളക്കാരും മെത്രാൻ വേഷധാരികളായി വന്ന് വീടുകൾ കൊള്ളയടിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഏത് മനുഷ്യൻ ഏത് കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് വലിയ കസേരയിൽ ഇരുന്നാലും കോടികൾ കുംഭകോണം നടത്തുകയും അല്ലെങ്കിൽ വീടുകൾ കയ്യേറുകയും ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ശൈലി അവലംബിക്കുന്നുവെങ്കിൽ അവർക്കുള്ള സ്ഥാനം എവിടെയാണ് എന്ന് തിഹാർ ജയിൽ നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ശൈലി തുടരുവാൻ തക്കവണ്ണം സർക്കാർ ശ്രമിക്കുന്നില്ല എങ്കിൽ വീണ്ടുള്ളത് ഒരു നിമിഷം വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. 30 വർഷം മലങ്കര സഭയിൽ അഭിപ്രായ ഐക്യക്കുറവുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ അഭിപ്രായ ഐക്യക്കുറവ് നീക്കിത്തരണമെന്ന് ഈ അഭിപ്രായ ഐക്യം ഇല്ലാത്ത ആളുകൾ രണ്ടു കൂട്ടരും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും കോടതി വ്യക്തമായ മാനദണ്ഡം ആണ് ആ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഭാരതത്തിലെ പരമോന്നതമായ നീതിപീഠത്തിന്റെ വിധിയെ അട്ടിമറിച്ചുകൊണ്ട് 2002 പുതുതായി രൂപീകരിച്ച ഒരു സമൂഹം, എന്നാൽ ഈ കോടതി വിധിയുടെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളും പള്ളികളും കയ്യേറി തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകാൻ കാര്യമായി തീർന്നത്. ഇത് ബഹുമാനപ്പെട്ട സർക്കാർ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ബഹുമാനപ്പെട്ട കോടതികൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എല്ലാ കേസുകളിലും കോടതിയിൽ നിന്ന് ഈ സഭയുടെ അടിസ്ഥാന മാനദണ്ഡം നിശ്ചയിക്കുന്നത് 34 ഭരണഘടനയാണ് എന്ന് സംശയമില്ലാതെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിന് വിരുദ്ധമായി എന്തെല്ലാം രേഖ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും ആയുസ് എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്ന ഒരു രേഖ ഒഴിച്ച് വേറെ ഒരു രേഖയും വായിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും കൈ ഉയർത്തി തങ്ങളുടെ കയ്യിൽ രേഖയുണ്ട് എന്ന് പറഞ്ഞാൽ ആ രേഖ വായിക്കാനായി പിറവം അടുത്തുള്ള പാഴൂർ പോയാൽ മാത്രമേ വായിക്കാൻ. അതിനപ്പുറത്ത് ഒരു കോടതിയിലും ഈ രേഖ വായിക്കാൻ സാധ്യമല്ല. കാരണം കോടതികൾ ആ രേഖയല്ല വായിക്കുന്നത്, രേഖാമൂലം ഔദ്യോഗികമായി എഴുതപ്പെട്ട രേഖകളാണ്, കയ്യിൽ വരഞ്ഞിരിക്കുന്ന രേഖകളല്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കാനുള്ള വിവേകം, തിരിച്ചറിവ് ഈ സമൂഹത്തിന് ഉണ്ടായില്ലെങ്കിൽ പോലും സർക്കാരിനുണ്ടാകണമേ എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് നടത്തുന്നത്. ഇവിടെ സ്വാഭാവികമായും അതിക്രമക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ചില ജനപ്രതിനിധികളുണ്ട് എന്നുള്ളതും സത്യമാണ്. പിറവത്ത് നിന്ന് ജയിച്ചുപോയ ഒരു ജനപ്രതിനിധി മന്ത്രി കസേരയിൽ ഇരുന്നു തുടങ്ങുന്നതിന് മുമ്പേ വിജിലൻസ് കേസുകളിൽ പ്രതിയായ ഒരു ജനപ്രതിനിധി ഇതിനു വേണ്ടി ഒത്താശ ചെയ്യുന്നു എന്നുള്ളത് ഏത് വിഭാഗത്തിലുള്ള ആളുമായിട്ടാണ് അദ്ദേഹം കൂട്ടുകൂടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന കാര്യമാണ്. ഒരു സംഘം പുറത്ത് പള്ളികൾ കയ്യേറുമ്പോൾ വേറൊരു സംഘം പൊതു വിതരണ മേഖലയെ കയ്യേറുകയും അങ്ങനെ ഒരു കൂട്ടുകക്ഷി ശൈലി ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നീതി നടപ്പാകാതെ വരുന്നു. അത് പൊതുവിതരണ മേഖലയിലായാലും ദൈവാലയങ്ങളുടെ ആരാധനാ നടത്തിപ്പിന്റെ മേഖലയിലായാലും അദ്ദേഹം അനേക പ്രാവശ്യം പോലീസ് അധികാരികളെ വിളിക്കുകയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് ഏത് രാജ്യത്തെ ശൈലിയാണ് എന്ന് അദ്ദേഹത്തിന്റെ നിശ്ചയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് ഉഗാണ്ടയല്ല, ഭാരതമാണ്. ഭാരതത്തിന് ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയാണ്. ആ കോടതിയുടെ നിർദ്ദേശത്തിന് വിധേയമായി പോലീസ് അധികാരികൾ കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തകിടം മറിക്കാനോ അട്ടിമറിക്കാനോ
ലക്ഷ്യം വെച്ചുകൊണ്ട് ശ്രമിച്ചാൽ അടുത്ത വോട്ട് അധികം വരാതെ വൈകും എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പാർലമെന്റ് ഇലക്ഷൻ വാതുക്കൽ വന്ന് നിൽക്കുകയാണ്. സ്വാഭാവികമായും ഈ ജനം സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ആളുകളാണ്. അവിടെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി അക്രമകാരികളെ തിരിച്ചറിഞ്ഞ് അവർ ഈ രാജ്യത്തിന്റെ ഭരണമേഖലയിൽ എത്തിച്ചേരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഈ വിശ്വാസ സമൂഹത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല, ഇത് ജനാധിപത്യത്തിന്റെയും നീതി നിർവഹണത്തിന്റെയും വിഷയമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ നീതി ഏത് ഭാഗത്താണ്, സത്യം ഏത് ഭാഗത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതിബദ്ധത കാണിക്കാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏറ്റവും കുറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എങ്കിൽ അത് എങ്കിലും പറയാനും ഉപദ്രവിക്കാതിരിക്കാനും തയ്യാറാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വർഷങ്ങളായി തുടരുന്ന ഒരു സമരത്തിന്റെ ഏറ്റവും പുതിയ മുഖമാണ് നമ്മൾ കാണുന്നത്. ജനത്തിന് ക്ഷമ നശിക്കുകയാണ്. എന്നാലും പരമാവധി ക്ഷമിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. ആ സഭയുടെ എല്ലാ ക്ഷമയുടെ അതിരുകളെയും ലംഘിക്കുന്ന ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗവും അതിനൊത്താശ ചെയ്യുന്ന ചില രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ഉള്ളപ്പോൾ എവിടം വരെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിനയപൂർവ്വം രണ്ടാമതൊന്ന് ചിന്തിക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ അഭിവന്യനായ നിരണം ഭദ്രാസനത്തിന്റെ മെത്രാപോലീത്ത ഇവിടെ സന്നിഹിതനാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മലങ്കര സഭയോട് കാണിച്ച നീതി നിഷേധത്തിന്റെ ഫലം എന്തായിരുന്നുവെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി പറയാൻ സാധിക്കും. ഇവിടത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അത് തിരിച്ചറിവുണ്ടാക്കി കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള വിവേകം രാഷ്ട്രീയ നേതൃത്വം കാണിക്കണം എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ആര് ജയിക്കണം ആര് തോൽക്കണം എന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ പ്രധാന വിഷയം ഒരു ജനസമൂഹത്തിന്റെ നീതിപൂർവമായ അവകാശങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമുള്ളപ്പോൾ ആ സമൂഹം ഒരു കാരണവശാലും ഭരണ നേതൃത്വത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ്. എല്ലാ അധികാരവും തങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് പിന്നെ പാതിരാത്രിക്ക് കള്ളനെ പോലെ കൊലയാളിയായി അകത്ത് കയറി അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഇവർക്ക് ഈ അക്രമകാരികളോട് ചോദിക്കാനുള്ള ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട്, ഈ രാജ്യത്തെ ധാർമ്മിക ബോധത്തോട്, ഈ രാജ്യത്തെ പൊതുജനങ്ങളുടെ നീതിബോധത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അതിക്രമമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ ഭരണ നേതൃത്വത്തിന് സാധിക്കേണ്ടതാണ്. ഇത് വാസ്തവത്തിൽ ഒരു സൂചന മാത്രമാണ്. ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 2002 പുത്തൻകുരിശ് സൊസൈറ്റി സഭ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം ശ്രമിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും ഈ ലോകത്തിന്റെ മുഖത്ത് നിന്ന് ഇല്ലാതെയാകുന്ന ആ സമയം അതിവിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇത് അക്രമത്തിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ധാർമ്മികമായി മരണപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മരണവെപ്രാളമാണ് ഈ കാണുന്നത് എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് തന്നെ സാധിക്കേണ്ടതാണ്. ഓർത്തഡോക്സുകാര് ഒരാളുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരിക്കലും
ഞങ്ങൾ അതിക്രമിച്ചു കയറി. എന്തെല്ലാം അവകാശം കോടതി തന്നാൽ പോലും ബഹളമുണ്ടാക്കാനോ കൈയടക്കാനോ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. ഈ രാജ്യത്തെ പൊതുജനം സാക്ഷിയാണ്. മറിച്ച് യാതൊരു അവകാശവുമില്ലാത്തിടത്ത് അതിക്രമിച്ചു കയറി ഇത് തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ രാത്രിയുടെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ പ്രവേശിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു സമൂഹമായി നിലനിൽക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. രാത്രിയിലാണ് ഇത് കയറുന്നത്. അന്ധകാരത്തിന്റെ സന്തതികളാണിത്. അന്ധകാരത്തിന്റെ സന്തതികൾ പൈശാചിക സന്തതികളാണ്. ഇത് ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ചിട്ടുള്ള യേശുതമ്പുരാൻ വളരെ വ്യക്തമായി 2000 നൂറ്റാണ്ട് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കള്ളൻ വരുന്നത് പുറംവാതിലിലൂടെയാണ്. ഗേറ്റ് അടച്ചിരിക്കുമ്പോൾ മതില് ചാടി വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറുന്നവൻ ഒരിക്കലും ഇടയനല്ല, അവകാശിയല്ല, ആടുകളെ കരുതുന്നവനുമല്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലുള്ള ഒരു ഇടവകയിലെ ആളുകൾ അവിടത്തെ വികാരിയെ കുറിച്ച് പരാതി പറയാനായിട്ട് മെത്രാപ്പോലീത്തായുടെ അടുത്തിരുന്നു. ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയിലെ വിഷയമാണ്. അവിടെ ചെന്നപ്പോൾ അച്ഛനെ കുറിച്ച് പരാതി പറഞ്ഞ ആളുകളോട് മെത്രാൻ പറഞ്ഞു, അദ്ദേഹം നിങ്ങളുടെ ഇടയനാണ്, നിങ്ങൾ അദ്ദേഹത്തിന്റെ ആടുകളാണ്, അതുകൊണ്ട് കുറെയൊക്കെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോ ആളുകൾ പറഞ്ഞു, പിതാവേ, ആടുകളാകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മട്ടനാകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഗതികേട്. ഓരോരോ വശം കീറി മുറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയെ സാവകാശം അല്പാൽപമായി കീറി മുറിച്ച് അവനവന്റെ സ്ഥാനമോഹത്തിനും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടിയിട്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഗം. അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുന്നു എന്നാണ് പറയുന്നത്. കൂടെ വസിക്കുകയാണ്. ആരുടെ കൂടെ എന്നുള്ള ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ആലുവായില് പെരുന്നാളിന്റെ തലേ ദിവസം കയറാനായി വന്ന ആളുകളോട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ദേഹപരിശോധന നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിന് നിഷേധിച്ച കാതോലിക്ക എന്തിനാണ് പാതിരാത്രി കയറാൻ തയ്യാറായത്? അദ്ദേഹത്തിന് യാതൊന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഇല്ല എങ്കിൽ ധൈര്യപൂർവ്വം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ കാതോലിക്ക ചെയ്തതുപോലെ കൈ രണ്ടും വിടർത്തി ഉയർത്തി നിർത്തി പോലീസ് അധികാരികൾക്ക് സ്വതന്ത്രമായി പരിശോധിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം കറുത്ത കുപ്പായത്തിനകത്ത് കാപ്പയും കാസായും പീലാസായും ഒളിച്ചു കടത്തി കുർബാന ചൊല്ലിയെന്ന് 5 മിനിറ്റ് കൊണ്ട് വരുത്തി തീർത്ത ഒരു പരിചയമുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ ദേഹപരിശോധന നടത്തണം എന്നാവശ്യപ്പെട്ടത്. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ തലയിൽ കോഴികട്ടവന്റെ പപ്പുണ്ട് എന്ന് തുല്യമായ പ്രവൃത്തി തന്നെയാണ്. യേശുതമ്പുരാൻ പോലും തന്റെ വസ്ത്രം മുഴുവൻ ഉരിയാൻ നിന്നപ്പോൾ ആരെയും തടഞ്ഞില്ല എന്നുള്ളത് ഉദ്ഘോഷിക്കുന്ന ഒരു മഹാപുരോഹിത വേഷധാരിയാണ് തന്റെ വസ്ത്രത്തിൽ തൊട്ടുപോകരുത് എന്ന് പോലീസ് അധികാരികളോട് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ എത്രത്തോളം ക്രൈസ്തവത്വം ഇദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളത് ഗൗരവമായി സംശയിക്കേണ്ട വിഷയമായി തീരുന്നു. യാതൊരു ക്രൈസ്തവ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഏറ്റവും അക്രൈസ്തവും പൈശാചികവും നീചവുമായ പ്രവൃത്തി ചെയ്യുന്ന ഈ ആളുകളെ ഈ രാജ്യത്തെ ആരെങ്കിലും സംരക്ഷിക്കാനോ പിന്തുണയ്ക്കാനോ ശ്രമിക്കുന്നുവെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അന്ത്യത്തിന്റെ ആരംഭമാണ് എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്.
ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനം ഒരു നേതൃത്വം നിർദ്ദേശിക്കുന്നുവെങ്കിൽ എന്ത് അതിക്രമവും കാണിക്കാൻ തയ്യാറാണ്. പക്ഷേ മലങ്കര സഭ അത്തരമൊരു നേതൃത്വത്തെ ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. അത്തരമൊരു ശൈലിയിൽ തന്റെ അനുയായികളെ ഒരിക്കലും മുന്നോട്ട് നയിക്കുകയുമില്ല. എന്നാൽ ഇവിടെ സമാന്തരമായി പ്രവർത്തിക്കുന്ന യാക്കോബായ പുത്തൻകുരിശ് അസോസിയേഷൻ സഭയുടെ നേതൃത്വം ആളുകളെ രാത്രിയുടെ മറവിൽ വിളിച്ച് അക്രമത്തിന് ഒരുക്കുന്ന ദയനീയമായ, ഏറ്റവും ക്രൂരമായ, അപഹാസ്യമായ, ഇനി അപ്പുറത്തേക്ക് എന്തെല്ലാം നിഷേധവാക്കുകൾ ഉപയോഗിക്കാവോ ആ വിധത്തിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വമായി അധപ്പതിക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് മാനദണ്ഡമാണ് ഈ മനുഷ്യർക്കുള്ളത് എന്ന് ചിന്തിക്കേണ്ടി വരും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ടെലിവിഷൻ ചാനലുകളിലും രാത്രി 10 മണിക്ക് ഈ രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് നൽകാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ റിപ്പോർട്ടും കൂടെ ആലുവയിൽ റിപ്പോർട്ടും കൂടെ ചേർക്കുന്നത് ഉചിതമായിരിക്കും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ആലുവയിൽ അനേക അക്രമങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ആ അക്രമങ്ങളുടെ കൂട്ടത്തിൽ, ആ കൊലവിളികളുടെ കൂട്ടത്തിൽ, ആ കയ്യേറ്റങ്ങളുടെ കൂട്ടത്തിൽ, ആ മോഷണങ്ങളുടെ കൂട്ടത്തിൽ പുത്തൻകുരിശ് സൊസൈറ്റി നേതൃത്വം നൽകിയ ഒരു അക്രമവും, ഒരു കയ്യേറ്റവും, ഒരു കൊലപാതക ശ്രമവും നടന്നിട്ടുണ്ട് എന്നും അതിന്റെ വിശദാംശങ്ങൾ ഇന്നതാണ് എന്നും ലോകത്തോട് അറിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ. ഇതുവരെയും ഈ കാര്യത്തിൽ വളരെ സത്യസന്ധമായ നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. രാവിലെ 6 മണി മുതലുള്ള എല്ലാ വാർത്താ ചാനലുകളും ശ്രദ്ധിച്ച ഒരാളാണ് ഞാൻ. എല്ലായിടത്തും വളരെ സത്യസന്ധമായ വാർത്തയാണ് ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ളത്. ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഇവിടുത്തെ ജനാധിപത്യ ബോധം നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ്. അത് തുടർന്നും ഉണ്ടാവുകയും അങ്ങനെ ഈ ക്യാൻസർ ഈ രാജ്യത്ത് നിന്ന്, ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നു എന്ന് ഉറപ്പാക്കാൻ നിങ്ങളുടെ സഹായവും വളരെ വിനയപൂർവ്വം ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഈ കൂടി വരുന്നിരിക്കുന്ന ജനം വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വന്നതല്ല. കോതമംഗലത്ത് നിന്നോ പുത്തൻകുരിശിൽ നിന്നോ ഡെയിലി ബാറ്റ കിട്ടിയത് കൊണ്ട് വന്നതുമല്ല. ഇത് കൊലയാളി സംഘമായ കേപ്പായുടെ ആളുകളുമല്ല. വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ഈ രാജ്യത്തെ പൗരന്മാരാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. സഹിക്കാൻ തീരെ വയ്യാതായ സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു വികാര പ്രകടനത്തിന് ഇവർ തയ്യാറായത്. ഇത് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുതേ എന്ന് വിനയപൂർവ്വം ഇവിടത്തെ അധികാരികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും സഭാസ്നേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഈ നടന്ന സംഭവത്തോടുള്ള പ്രതിഷേധത്തെ ആദരിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ എപ്പോഴും നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.